യാസ്മിൻ ഇന്ന് തന്നെ വായിച്ച് വളരും, ഇല്ലെങ്കിൽ വളയും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് മെട്രോ കയറിയിട്ട് നമ്മളിപ്പോൾ ക്രീക്ക് മെട്രോ സ്റ്റേഷനിലാണ്. നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി. അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരു ഇവിടെ ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ആ പാർക്കിൽ പോയിട്ടില്ല കേട്ടോ. ഞാൻ ഈ ക്രീക്കിൽ വന്നിട്ടുണ്ട്, പക്ഷെ അപ്പുറത്തിന് മോസ്റ്റ്ലി ബോട്ട് കയറിയിട്ട് ഫെസ്റ്റിവൽ സിറ്റി അങ്ങനെ പോലാണ് ഞാൻ വരുന്നത്. ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പം വൈകുന്നേരം വന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല വ്യൂ ആയിരുന്നു. എന്നോട് ഇവിടെ നല്ല രസമുണ്ട്. ചെറിയൊരു വഴിയൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഇതാക്കി വെച്ചേക്കുക. അതുണ്ടോ, അത് നല്ലൊരു ബിൽഡിങ് കേട്ടോ, നല്ലൊരു ഫസാഡ്, കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളൊരു നല്ലൊരു ബിൽഡിങ്ങാണ്. ഇവിടെ ഇപ്പോൾ ബ്ലൂ ലൈൻ്റെ പണി നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ തിരക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഒരു വഴി കൂടെ ഒക്കെ പോകുന്ന നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയും ലേറ്റ് ആവുമെന്ന്. ഇൻ്റർചേഞ്ച് ചെയ്ത് അല്ല നമ്മൾ വന്നതല്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ കുറേ സമയത്ത് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവറോളം ഹാഫ് ആൻ അവർ അല്ല, അതിൽ കൂടുതൽ നമ്മൾ മെട്രോയിലിരുന്നു. അപ്പോൾ ഒരു ഇമ്മണിക്കാറ്റൊക്കെ ഉണ്ട്, ഒത്തിരി ഒന്നുമില്ല, ഒരു ഇമ്മണിക്കാറ്റ് നിൽപ്പുണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് ലൈബ്രറിയിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് നടന്നിങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് തോന്നുന്നു കേട്ടോ. നല്ല കാറ്റുണ്ട്. ഈവനിങ് വന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നേന്ന് തോന്നുന്നു. വിൻ്റർ ആയിരുന്നെങ്കിൽ അതിലും കുറച്ച് ബെറ്റർ ആയിരുന്നു. ഇനി നമുക്കൊന്ന് നോക്കാം. അവിടെ നേരത്തെ നിങ്ങൾക്ക് അത്ര സെറ്റായിട്ട് അങ്ങോട്ട് മെട്രോയുടെ ഇത് കാണിച്ചു തരാൻ പറ്റിയില്ല ഗൈസ്. അതാണ് മെട്രോ കേട്ടോ. ഇത് മറ്റേ ഗ്രീൻ ലൈൻ എൻഡിങ് ആയിട്ടുള്ളതാണ് ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ. ഇത് മറ്റേ ബ്ലൂ ലൈനിൻ്റെ അവർ പണി നടക്കുന്നത് കേട്ടോ. ബട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഇതുവഴി നടക്കുന്നത് സൂപ്പറായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ വൈകുന്നേരം വന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. നല്ല കാറ്റൊക്കെ ഉണ്ട്. അതാണ് ലൈബ്രറി കേട്ടോ. ഇതാട്ടോ ലൈബ്രറിയുടെ ഫ്രണ്ട് സൈഡ്. ശരിക്കും നമുക്ക് നേരത്തെ വരണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി, കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും. ഇവിടെ എന്തോ ഒരു ഭയങ്കര രസമുണ്ട്. കുറേ മരമൊക്കെ ആയിട്ട് ചൂടൊന്നും അറിയുന്നില്ല, നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. കുറേ ആൾക്കാരെ കൊണ്ടുവന്നു കേട്ടോ. നല്ല കുറേ വണ്ടികളും, ഇവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. അത്യാവശ്യം ക്രൗഡായിരിക്കും, കാരണം വീക്കെൻഡൊക്കെ അല്ലേ, അതുകൊണ്ട് കുറച്ച് ക്രൗഡായിരിക്കും. ബട്ട് ഇത്രയും നാൾ ഇവിടെ വരാത്തതിൽ എനിക്കെന്തോ ഒരു ഖേദം തോന്നുന്നു. കൊള്ളാമല്ലേ, ശരിക്കും ഭംഗിയുണ്ട് നല്ല. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്താണെന്നറിയാൻ ഞാൻ അത്യധികം ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ എനിക്ക്. കാരണം ഞാൻ കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാനൊന്ന് ഇവിടെ വരണം എന്ന് തീരുമാനിച്ചത്. കുറേ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസ് ഉണ്ടായിരുന്നു ബുക്സിൻ്റെയും, പിന്നെ ഇതിനകത്തിങ്ങനെ ഉള്ളൊരു അകത്തെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് വരാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ പിന്നത്തേക്ക് മാറ്റി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇന്ന് തന്നെ അങ്ങ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമുക്ക് അകം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ശരിക്കും ഇതൊരു ലൈബ്രറി ആണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. ആ ഫ്രണ്ട് സൈഡൊക്കെ ഈ എസ്കലേറ്ററിനകത്ത് എന്ത് പ്രതിഭാസമാണ് നടക്കുന്നത്? ലൈബ്രറി തിങ്സ് ആയിരിക്കും അല്ലേ. ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ട് ഇതിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നതെന്നുള്ളൊരു സെറ്റപ്പ് ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. നമുക്ക് ഇത് എന്നെയാണോ കാണുന്നത് നിങ്ങൾ? അല്ല, എന്നെയും കൂടെ ഒന്ന് കണ്ടേക്കേ. നമുക്കിതിൻ്റെ അകമൊന്ന് നോക്കാം കേട്ടോ. ഇവിടെ ശരിക്കും ഇതെനിക്കൊന്ന് കിഡ്സ് ഏരിയ ആണെന്ന് തോന്നുന്നു അങ്ങോട്ട്. ഇവിടെ ഞാനൊരു ബുക്കിൻ്റെ ഒരു വലിയൊരു ഏരിയ ഉണ്ട്. എനിക്കൊന്ന് ഇത് എൻട്രൻസ് ഏരിയ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ബാക്ക് ടു സ്കൂളിൻ്റെ കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് അവർ ഒരു റെപ്രസെൻറ്റേഷൻ പോലെ വെച്ചേക്കുന്നതാണ് ഗൈസ്. ഇതാണ് ആക്ച്വലി അവരുടെ ഇത് കേട്ടോ. റിസപ്ഷൻ, ഇൻഫർമേഷൻ സെൻറ്റർ, പീരിയോഡിക്കൽ ലൈബ്രറി സെൻറ്റർ, ലൈബ്രറീസ്, ചിൽഡ്രൻ ലൈബ്രറീസ്. അപ്പോൾ നമ്മൾ അവിടെ കണ്ടൊരു ഏരിയ ഇപ്പോൾ ഇത് ചിൽഡ്രൻ ലൈബ്രറി തന്നെയാണ്. ഇതിൽ നമ്മളിപ്പോൾ ഓൾറെഡി എടുത്ത ബുക്ക് നമുക്ക് ഇതിനകത്ത് ഇവിടെ കൊണ്ടുവന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഓൾറെഡി എസ്കലേറ്റ് ചെയ്ത് പോകും എന്നാണ് ഗൈസ് കാണിക്കുന്നത്. ഗൈസ് ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ബുക്ക് റിട്ടേൺ ചെയ്യുന്നില്ല, നമ്മൾ നേരത്തെ അവിടെ കണ്ട. അപ്പോൾ ഇവിടെ ബുക്ക് റിട്ടേൺ ചെയ്യണം. ഇവിടെ ഒരു സാധനം ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ബുക്ക് റിട്ടേൺ ചെയ്യണം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോയിട്ട് ഇതിനകത്ത് പോയിട്ട് ആ സാധനത്തിൽ കൂടെ മുകളിലേക്ക് പോകും ഗൈസ്. കൊള്ളാമല്ലേ, എന്തൊക്കെ ടെക്നോളജികളാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ വീക്കെൻഡും ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതാണ് ഗൈസ് തോന്നുന്നത്. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ കൊള്ളാം കേട്ടോ. ഇവിടെ നോക്കാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ആ ബുക്ക് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് എടുക്കാൻ പറ്റുമായിരിക്കുമോ? അത് ബുക്കായിരിക്കുമോ? അതവർ നോർമലി എടുത്ത് വെച്ചേക്കുന്നതായിരിക്കുമോ? ആ ഒരു ഇതും പിന്നെ ഈ ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ കൊള്ളാം കേട്ടോ.
നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് ഇവിടെ നിന്ന് നോക്കാം ഗൈസ്. അതായിരിക്കും കുറച്ചുകൂടെ നല്ല. നമുക്ക് യങ് അഡൽട്ട് ലൈബ്രറിയിലേക്ക് പോകാം. അത് ഫസ്റ്റ് ഫ്ലോറിൽ. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഫസ്റ്റ് ഫ്ലോർ അല്ലേ? ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതെന്താ പ്ലേ ആവാത്ത? ഇവിടെയാണ് കേട്ടോ യങ് അഡൽട്ട് ലൈബ്രറി. അത് ഏത് ഏരിയ ആണ്? ഇതിപ്പോൾ നമ്മളിവിടെ ലിഫ്റ്റിൻ്റെ അടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ ഇവിടെ എന്തോ നോക്കാം. ബാ. പണ്ട് ചില ബുക്കുകൾ കിട്ടാനൊക്കെ കാത്തിരുന്നിട്ടുണ്ട് ഗൈസ് പഠിക്കുന്ന സമയത്ത്. എനിക്കിതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഭയങ്കര എക്സ്ട്രീം സൈലൻസ് കേട്ടോ. എനിക്കെന്തോ പെട്ടെന്ന് സ്കൂളിൽ ലൈബ്രറിയിലൊക്കെ എനിക്ക് ഓർമ്മ വന്നു. എനിക്കെന്തോ മറ്റേ ഇങ്ങനെ ആത്മാവ് പറഞ്ഞു പോയില്ലേ, ആ എഫക്റ്റൊക്കെ എനിക്ക് കിട്ടി. ശരിക്കും ഞാൻ ഈ 4 വർഷം വേസ്റ്റ് ചെയ്തു ഇവിടെ വരാണ്ട്. അതിലുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സൈലൻസ്. നമുക്ക് ജസ്റ്റ് ഒരു ഫോൺ ഇങ്ങനെ പിടിച്ച് അവിടെ താഴെ പിള്ളേരുടെ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പക്ഷേ കുറേ ഫിക്ഷൻസ് കോമിക്ക് എത്ര ബുക്ക് കാണുമായിരിക്കും ആ ഒരു ചെറിയൊരു ഏരിയയിൽ തന്നെ. കുറേ ബുക്ക്. ആ ടു സാഗ എക്ലിപ്സും അതൊക്കെ സത്യം പറഞ്ഞാൽ ടീക്കയും പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ ലൈബ്രറിയിൽ പോയിട്ട്, കാരണം 1-2 ബുക്കൊക്കെ അത് കാണുകയുള്ളൂ. അപ്പോൾ കുറേ പേര് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. നമ്മൾ ഇന്ന് പേര് കൊടുക്കും ഇങ്ങനെ, നെക്സ്റ്റ് ആൾ വരുമ്പോൾ ഇത് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരു പെട്ടെന്ന് 10ാം ക്ലാസ്സിലോട്ടൊക്കെ ഒരു ഇതൊക്കെ വന്നു, ഫ്ലാഷ് ബാക്ക് ഒക്കെ വന്നു ഗൈസ്. അപ്പം ഞാൻ ആക്ച്വലി കുറച്ച് മോട്ടിവേഷൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിയിട്ടാട്ടോ വന്നത്. അപ്പോൾ നമുക്ക് അത് ഇവിടെ ഇല്ല ആക്ച്വലി. ഈ സെക്ഷൻ എനിക്ക് തോന്നുന്നു ഫിക്ഷൻസ്, നോവൽസ്, പിന്നെ കോമിക്സ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടോ. കുറേ പഠിക്കുന്ന ആ ഒരു ഏജിലൊക്കെ ഉള്ള പിള്ളേരൊക്കെ കുറേ എനിക്കൊന്ന് റെഫറൊക്കെ ചെയ്യാനാണോ, പിന്നെ അല്ലാതെ എന്തോ ഫിക്ഷനും നോവൽസും പിന്നെ അല്ലാതെ എന്തോ റെഫറൻസ് സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. കുറേ പേര് അവിടെ നോക്കുന്നുണ്ട്. നമുക്ക് പിന്നെ മ്യൂസിക് ആൻഡ് ആർട്ടുണ്ട്. പിന്നെ വേറെ എനിക്കൊന്ന് മോട്ടിവേഷൻ സെക്ഷനൊക്കെ വേറെ ആണെന്ന്. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. ഇപ്പോൾ എനിക്ക് കൗതുകം കാരണം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോകുന്നു ഗൈസ് സത്യം പറഞ്ഞാൽ. അതിപ്പോൾ ഒക്കെ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. നീ പോകുന്നത് വീഡിയോയും കൂടെ എടുത്തിട്ട് പോകാം. ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ബുക്ക് മാത്രമല്ല ഇൻറ്റീരിയറൊക്കെ ഭയങ്കര സൂപ്പറാട്ടോ. ഇവിടെ മോറോവർ ബുക്ക് നമുക്ക് സ്റ്റഡി സ്പേസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ കുറേ ഇരുന്ന് ഇങ്ങനെ ഒരു ചെറിയ വേക്കൻറ്റ് സ്പേസസിലൊക്കെ ഇരുന്ന് പഠിക്കും കേട്ടോ. ഇവിടെ സിഡസ് ഇതിൽ കൂടുതലൊരു ലൈബ്രറി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിൽ വരുന്നത് അല്ലേ? എല്ലാ ഏരിയയുടെ ഫ്രണ്ടിലും അത് ഏത് ഇതാണെന്ന് അവർ കാണിക്കും. ഇപ്പോൾ മീഡിയ ആൻഡ് ആർട്ട് നമ്മൾ കയറിയത് യങ് അഡൾട്ട് എന്ന് പറയുന്നൊരു സെക്ഷനിലാട്ടോ. നോർമലി ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതാണ് ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നമുക്കിപ്പോൾ ഏതെങ്കിലും ബുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിലും മെയിൻ റിസപ്ഷനിൽ പറയാം. നമ്മൾ താഴെ കയറി വരുമ്പോഴത്തേക്കും ഒരു റിസപ്ഷനില്ലേ അവിടെ വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഏരിയയിൽ വന്നിട്ട് അങ്ങനെ എടുക്കാം. അങ്ങനെ എടുക്കാൻ മടിയുള്ളവരാരും ഇവിടെ കാണില്ലായിരിക്കാം. ചിലപ്പോൾ സമയം ഇല്ലാത്തവർ കാണുമായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് താഴത്തെ റിസപ്ഷനിൽ വരാം. അല്ലെങ്കിൽ മുകളിൽ വന്നിട്ട് അവിടെ എന്നാലും അസിസ്റ്റ് റോബോട്ടുണ്ട്, അതിനോട് ചോദിച്ചാൽ മതി എന്നൊക്കെ ആട്ടോ അവർ ഇൻസ്ട്രക്ഷൻസിലൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറേ അല്ലാതെ ചെറിയ കോൺഫറൻസ് ഹോളും ഉണ്ടെന്നും ഇവിടെ ഉണ്ടായിരുന്നു ആ ഏരിയ. ഇതാണ് ഇവരെ ക്യാബിൻ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ആളുണ്ടോ. സോറി. ഓക്കെ, ഇത് സ്റ്റഡി റൂംസ് കണ്ടോ. ഇതാണ് സ്റ്റഡി റൂംസ് ഗൈസ്. കൊള്ളാം, ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സി സ്റ്റാൻഡ് ആൻഡ് ലുക്ക് അറ്റ് ദ സ്ക്രീൻ, എൻജോയ് ദ എക്സ്പീരിയൻസ്. നമ്മൾ കയറി വന്നപ്പോൾ കണ്ടൊരു ഏരിയ ആണ് കേട്ടോ ഇത്. നമ്മൾ മുകളിലേക്ക് ഇത്രയുണ്ട് ഗൈസ്. മൊത്തം 7 ഫ്ലോർസ് ഉണ്ടോ. മറ്റേ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ബുക്ക് കൊണ്ടുവന്ന് ആ സാധനം പോകുന്ന വഴികളാണ് കേട്ടോ ഇത്. കാറ്റുപോലെങ്ങോട്ട കാറുപോലെങ്ങോട്ട മാനത്തെ. ശരിക്കും പറഞ്ഞാൽ ഞാനിന്ന് ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യാൻ 1-2 റീസണുണ്ട്. അവിടെ എന്തോ ഒരു ചെറിയൊരു തിരക്കില്ല. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇരുന്ന് കാര്യം പറഞ്ഞിട്ടാ. എനിക്കിവിടെ എല്ലാം ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. നല്ല രസമുണ്ട് ഇവിടെ. വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്തതിൽ എനിക്ക് അതിലും വിഷമമുണ്ട്. ഞാനിന്ന്
ഈ സാധനം ചൂസ് ചെയ്ത്. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് കുറേ ദിവസമായിട്ട് ഇങ്ങനെ മറ്റേ ഈ കുറേ പേരിങ്ങനെ ഇവിടെയൊക്കെ വരുന്ന ഇവിടെ ഈ ഒരു സ്ഥലമൊക്കെ കാണിച്ചിട്ട് കുറേ ഇതൊക്കെ റീലൊക്കെ എൻ്റെ അതിനകത്ത് വന്നായിരുന്നു. അപ്പോൾ ഞാനത് ഓക്കെ, അത് ഈ ആഴ്ച എന്നാൽ അവിടെ ഒന്ന് പോകണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു. ഇതാക്കാൻ പറ്റുന്നൊരു സ്പേസ് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വന്നത്. പക്ഷെ നമ്മൾ വന്ന സമയം തീരെയും താമസിച്ചു പോയി. കാരണം ഒരു 2 hours കാണാൻ പറ്റുന്ന മാത്രം സാധനങ്ങളല്ല കേട്ടോ ഇവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് കുറേ ബുക്കൊക്കെ നോക്കി അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് കേട്ടോ ശരിക്കും. കാരണം ഞാനിങ്ങനെ ഒരു ശീലം, അതായത് ബുക്ക് വായിക്കുന്നതൊക്കെ ഒരു ശീലം ഞാൻ സെറ്റാക്കിയതൊരു എത്ര പഠിക്കുമ്പോഴാണ്, ഒരു 8th പഠിക്കുമ്പോഴല്ല, 8th ഓഫ്കോഴ്സ് നോട്ട് 8th, 9th 10th ഒക്കെ പഠിക്കുമ്പോഴാട്ടോ. കാരണം ഞാനൊരു സ്പെസിഫിക് ഗാങ്ങിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ബുക്ക് വായിക്കുക അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ അതിനുശേഷം കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതിനൊരു ബ്രേക്ക് വന്നായിരുന്നു. അതും കാരണം അത് സ്റ്റഡീസിൽ മാത്രം അങ്ങ് ഫോക്കസ് ആയി പോയപ്പോഴത്തേക്കും ബുക്ക് വായിക്കുന്നൊരു ശീലം എനിക്ക് ശരിക്കും നിന്നു. ആൻഡ് ജോലിക്ക് കയറിയതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ച് ഇതെടുത്തു. ഇവിടെ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്തു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര റിലാക്സേഷനായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അങ്ങനൊരിത് എനിക്ക് ഉണ്ടായിട്ട് പോലും ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ ഓക്കെ ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, ഇവിടെ എന്നിട്ടും ഞാൻ ഇവിടെ വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ എനിക്കിപ്പോൾ എന്തോ ഭയങ്കര വിഷമം. കാരണം അത്രയ്ക്കും സംഭവങ്ങളുണ്ട് ഇവിടെ കാണാനും വായിക്കാനും. നമ്മളിവിടെ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ചോദിച്ചു. 7 types മെമ്പർഷിപ്പ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കത് ഏത് വേണം നമുക്ക് താഴെ റിസപ്ഷനിൽ പോയാൽ മതി. ജസ്റ്റ് ഇവിടെ വന്ന് എവിടെ വേണേൽ ഇരിക്കാമെന്ന് പുള്ളി പറഞ്ഞത്. ഇവിടെ നമുക്ക് എവിടെ വേണേൽ ഇരിക്കാം, എങ്ങനെ എത്ര വേണം, അതായത് ഓപ്പണിംഗ് തൊട്ട് ക്ലോസിങ് വരെ എത്ര ടൈം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യുക. അതിന് മെമ്പർഷിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ബട്ട് നമ്മൾ ഓക്കെ ബുക്ക് നമുക്ക് എടുത്തിട്ട് പോകണം, ബോറോ ചെയ്യണമെങ്കിൽ മെമ്പർഷിപ്പ് വേണം എന്നാണ് പുള്ളി പറഞ്ഞത് കേട്ടോ. കൊള്ളാം, നൈസ്. പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് ആ സ്ക്രീനിൽ നിന്ന് കിട്ടും കേട്ടോ. പുണ്യാസ്മാൻ മെമ്പർഷിപ്പിന് ഡീറ്റെയിൽസ് ഒന്ന് കാണാൻ വയ്യ, നോക്കട്ടെ. കണ്ടു നോക്കുവാണ് ഗൈസ്, എടുക്കുവാണ് എപ്പോഴേക്കും. ബുക്ക് എടുക്കണ്ടേ? അതെ, എൻ്റെ പേരില്ല, എനിക്ക് മതി. ഇപ്പോൾ നമ്മൾ 4th ഫ്ലോറിലാണ് കേട്ടോ. 5th ഫ്ലോറിൽ സ്പെഷ്യൽ കളക്ഷൻസ് ഓഫ് ബുക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ടായിരുന്നു. നമുക്ക് അതെന്താ സ്പെഷ്യൽ കളക്ഷൻ നോക്കാം. ഈ കഴിയുന്ന ഫോണിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ 8 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് നോക്കാം ഇവിടെ എന്താണെന്ന്. എനിക്ക് ആ സ്പെഷ്യൽ കളക്ഷൻ എന്താണെന്ന് അറിയണം. ഞാനിപ്പോൾ നമ്മളെ ക്യാച്ച് ചെയ്തോളും. ഇവിടുന്നാണ് കേട്ടോ നമ്മൾ ഓരോ ഫ്ലോർ അവർ ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുക്കും. നേരത്തെ നമ്മൾ താഴെ നിന്ന കോൺഫറൻസ് മീറ്റിംഗ് റൂംസൊക്കെ, അടുത്തതാണ് സ്പെഷ്യൽ കളക്ഷൻ ലൈബ്രറി. അപ്പോൾ ഇതിന് മുകളിൽ നമ്മൾ കണ്ടത് എമിറേറ്റ്സ് ആൻഡ് ബിസിനസ് ലൈബ്രറീസ് ആട്ടോ. അത് അപ്പോൾ ഈ ഫ്ലോറിൽ നമുക്ക് സ്പെഷ്യൽ കളക്ഷൻ ലൈബ്രറീസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേട്ടോ. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. സീ വലിയ ഖുറാനാണോ? വലിയ ഖുറാൻ. ഈ നിയാസ്മൻ ഇതൊക്കെ കാണാതെ താഴെ ഇരിക്കുക. അവിടെ നിന്നാണ് ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതെന്തോ ദുബായ് ഗവൺമെൻറ്റിൻ്റെ എന്തോ ബുക്ക്ലെറ്റ് അങ്ങനെ എന്തോ ഒന്നും തോന്നുന്നു. അങ്ങനെ ഞാൻ ട്രാൻസ്ലേറ്ററിൽ നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ. പക്ഷേ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടെ അറിയില്ല. ഇവിടെ ആരും ഇല്ലെന്നാണ് ഞാൻ ചോദിക്കുക. സാധാരണ ഇവിടെയൊക്കെ എന്തെങ്കിലും എഴുതി വെക്കുന്നത്, പക്ഷേ ഇവിടെ നിന്നൊന്നുമില്ല. ഹായ്, അതുകൊള്ളാമല്ലോ. ഇതെന്താ? കുറേ കുഞ്ഞു ബുക്ക് ഗൈസ്, മിനിയേജേഴ്സ്. ഗളിവറാ. ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്ന് കൺക്ലൂഷൻ കാണട്ടെ ഗൈസ്, എന്നിട്ട് ഞാൻ നിങ്ങളോട് വിശേഷം പറയാം. നമ്മളവിടെ നിന്ന് നേരെ താഴത്തുനിന്ന് കണ്ട ബിസിനസ് ലൈബ്രറിയാണ്. ഭയങ്കര സൈലൻസാണ് ഗൈസ്, നമ്മൾ പതുക്കെ സംസാരിക്കണം. ഓക്കെ, ഇവിടെ ഇങ്ങനെ അതിനകത്ത് ഓരോന്നും അവരിങ്ങനെ ടാഗ് ചെയ്തേക്കും. ടൈം മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആട്ടോ ഗൈസ്. ഞാനിവിടെ കുറേയൊക്കെ ചുറ്റി നടന്ന് കണ്ടു, പറയാണ്ടിരിക്കാൻ വയ്യ. ഒരു 100-ൽ കൂടുതൽ ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എത്ര ഉണ്ടാവുക? ഒരു 500 ഉണ്ടാവും. ഈ ഒരു ഫ്ലോർ ഫുള്ളോ? ഈ ഒരു 6th ഷോ അതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലോറിൽ മാത്രമായിട്ട് ഒരു 200 or 300+ ടോപ്പിക്സ് ഉണ്ട്. 100 അല്ല കേട്ടോ. ടോപ്പിക്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇതുണ്ടോ,
അങ്ങനെ കുറേ ഉണ്ട്. ഫിലോസഫി, സൈക്കോളജി, അതിൽ തന്നെ അപ്പോൾ HR എങ്ങനെയാണ് വരുന്നത്, നമ്മളൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, അങ്ങനെ പല കാര്യങ്ങൾ. പിന്നെ ഈവൻ ഞാനിവിടെ ഒരു കണ്ടൊരു ടോപ്പിക് കേട്ടോ, ഇസ്ലാമിക് റിലീജിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം. അതിനകത്ത് അതിൽ ബാങ്കിങ് എങ്ങനെയാണെന്ന്, ഇസ്ലാമിക് റൂൾസ്, പിന്നെ ഹിസ്റ്ററി ഓഫ് UAE, തിങ്സ് ഓഫ് ഏഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ മൈന്യൂട്ട് ടോപ്പിക്സ് കേട്ടോ. ഒരു ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നോക്കി കുറേ കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യാനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഇവിടെ അടുത്ത് കടന്നിട്ടും വന്നിട്ടില്ല എന്ന് പറയുന്നതിൽ എനിക്കെന്തോ ഒരു ഭയങ്കര നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കുറേ നല്ല കാര്യങ്ങൾ, ഈവൻ എൻ്റെ ഫീൽഡ് റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലും മോൻ്റെ HR ഫീൽഡ് റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലും കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറേ നേരം ഇവിടെ നടന്നിട്ട് എനിക്ക് വിഷമം വന്നു. കാരണം കുറേ ബുക്കൊക്കെ വാങ്ങിച്ച് ഞാൻ പൈസ കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ എന്തോരം സൂപ്പർ സാധനങ്ങളെന്ന് പറയുക ഇവിടെ ഇരിക്കുന്നത്. എന്തൊക്കെയോ പറയുന്നു, മെമ്പർഷിപ്പ് എടുത്തവർ വോളണ്ടിയറൊക്കെ ആവുമെന്ന്. പിന്നെ 2 മാസം അടുപ്പിച്ച് നിയാസ് ഇവിടെ വന്ന പിന്നെ നിയാസ് ആയിരിക്കില്ല എന്നൊക്കെ നിയാസ് പറയുന്നത്. ഞാനിവിടെ ഇമോഷണലായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിയാസ് കോമഡിയാക്കും. ഞാനിങ്ങനെ ഇത്രയും സൈലൻസ് ആയിട്ടൊക്കെ എനിക്ക് കരച്ചിൽ വന്നപ്പോൾ ഞാൻ കരഞ്ഞു. ഈ കരച്ചിൽ വരുമ്പോൾ ഞാനിവിടെ കിടന്ന് തുള്ളാൻ പറ്റുമോ? ഞാൻ കരഞ്ഞ് ഇയാൾ തുടയ്ക്കണം, കണ്ണീർ തുടയ്ക്കണം. അതാണ് ഇയാളുടെ ജോലി. സജ്ജതൊക്കെ പറഞ്ഞപ്പോൾ അതാ പറഞ്ഞത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും സൈലൻസ് ഒക്കെ ആയിട്ട് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കത് പെട്ടെന്ന് ഫ്ലാഷ് ബാക്കൊക്കെ വന്നു. കൊള്ളാം. ഇവിടെ ആണെങ്കിൽ മെമ്പർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞാനൊരു മെമ്പർഷിപ്പിൻ്റെ കാര്യം നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്കും ഇവിടെ കുറേ സിസ്റ്റമൊക്കെ ഉണ്ട്. നമ്മൾ ഓരോ മെമ്പർഷിപ്പ് എടുക്കുന്ന അനുസരിച്ചിട്ട് ഓരോ മെമ്പർഷിപ്പിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് സിസ്റ്റം യൂസ് ചെയ്യാം. പിന്നെ ഇക്ക പറഞ്ഞതുപോലെ ഏതോ ഒരു കാറ്റഗറി ഓഫ് മെമ്പർഷിപ്പ് എടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഇപ്പോൾ ഓരോ ഓതേഴ്സിൻ്റെ ഒക്കെ വിസിറ്റ് വരുന്ന സമയത്ത് നമുക്ക് വോളണ്ടിയറായിട്ട് വരാം. വോളണ്ടിയറായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെയൊക്കെ യാസ്മിൻ ഇന്ന് തന്നെ വായിച്ച് വളരും, ഇല്ലെങ്കിൽ വളയും. ഔട്ട് ഓഫ് ദ ക്യാമറ. കൊള്ളാം ഗൈസ് ഇവിടെ വരാൻ. നിങ്ങൾ ഫ്രീ ആകുമ്പോഴൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ വരണം കേട്ടോ. നാട്ടിലുള്ളവരൊന്നും ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വരില്ലേ? അതിനേക്കാൾ നല്ല നാട്ടിൽ നിന്ന് ബുക്ക് വയ്ക്കുന്നത്. നാട്ടിലൊന്നും നിയാസ്മോൻ ഇത്രയും ബുക്ക് കണ്ടിട്ടില്ല. എന്താ ട്രിവാൻഡ്രം ലൈബ്രറിയൊന്നും ഇത്രയില്ല. നീ ഇങ്ങനെ പറഞ്ഞാൽ മൈക്ക് കേൾക്കാൻ പറ്റില്ലെന്ന് അതുകൊണ്ടാണ് ഞാൻ ട്രാൻസ്ലേറ്റ്, അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. ഞാൻ പറ കണ്ടോ ഇങ്ങനെ ഇതൊക്കെ കട്ടടിക്കുന്നു. പിന്നെ ഞാനത് പൂച്ചക്കുട്ടിയാണ്. നീ മെമ്പർഷിപ്പ് എടുത്ത യു ചീറ്റ്. മെമ്പർഷിപ്പ് എടുത്താ നീ? അത് എന്നോട് പറഞ്ഞില്ലല്ലോ നീ മെമ്പർഷിപ്പ് എടുത്തെന്ന്. എന്നിട്ട് നീ എന്നോട് പറഞ്ഞ മെമ്പർഷിപ്പ് എടുത്തെന്ന്. ബുക്ക് മടക്കട ബുക്ക് ഒറ്റയ്ക്ക് മെമ്പർഷിപ്പ് എടുത്ത് ഗൈസ്. ദിസ് ഇസ് നോട്ട് ഫെയർ. എനിക്കിവിടെ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ ബുക്കിൽ തൊട്ടാൽ പുള്ളി സെക്യൂരിറ്റി വിളിക്കുന്നു. ഒന്നും കൂടെ വിളിച്ചെങ്കിൽ സെക്യൂരിറ്റി. ഗൈസ് മസ്റ്റ് വിസിറ്റാണ് കേട്ടോ. എനിക്കറിയില്ല ഈ വീഡിയോയുടെ ലെങ്ത് എത്താണെന്ന്, ഈ വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എന്തൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയ ഇൻസ്റ്റഗ്രാം റീലിൽ കാണുന്ന പോലെ ഒന്നും അല്ല. അതിലൊക്കെ കുറേ ഉണ്ട് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം മൈന്യൂട്ട് ചെറിയ സാധനത്തിന് പോലും നല്ല വിശദീകരണമായി കുറേ ടോപ്പിക്സും കുറേ ബുക്സും ഒക്കെ ഉണ്ട്. നമ്മൾ മറ്റേ എൻജിനീയറിങ്ങിന് പഠിക്കുമ്പം വാട്ടർ റിസോഴ്സ്മെൻറ്റ്, മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല കാറ്റഗറി ആയിട്ട് പഠിക്കില്ലേ, അതേപോലെ കുറേ ടോപ്പിക്സ്. മസ്റ്റ് വിസിറ്റ് ഇഫ് യു ആർ ലൈക്ക് ടു റീഡ്.
നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ മസ്റ്റ് വിസിറ്റാണ് കേട്ടോ. ഭംഗിയുടെ അല്ല, ബട്ട് വായിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുന്ന ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വർത്താണ് ഗൈസ്. അവർ പറഞ്ഞില്ലേ നമുക്കിവിടെ മെമ്പർഷിപ്പ് ഇല്ലാതെ തന്നെ നമുക്കിതൊന്ന് വായിക്കാം. നമുക്ക് ബുക്ക് അഥവാ വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ മാത്രമേ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ അതിൽ കൂടി നമുക്ക് മോണിറ്റർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെയുള്ള എന്തെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് മെമ്പർഷിപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഗൈസ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതല്ല, അവർ വന്നിട്ട് പറഞ്ഞു ക്ലോസിങ് ടൈമായി നമുക്ക് ഇറങ്ങാം. നിയാസ്മോനെ നീ വേറൊരു കാര്യം കണ്ടായിരുന്നു, സ്പെഷ്യൽ കളക്ഷൻ കണ്ടായിരുന്നു താഴെ, വലിയ ഖുർആനൊക്കെ ഇവിടുത്തെ കുറേ ഹിസ്റ്ററിയൊക്കെ ആയിട്ട്. അത് നിയാസ്മോ കണ്ടില്ല ഗൈസ്, അപ്പോൾ ഡയറക്റ്റ് വന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവർ 8:45 ആയപ്പോഴത്തേക്ക് അവർ വന്നിട്ട് പറഞ്ഞു കേട്ടോ ക്ലോസിങ് ടൈം ആയിന്ന്. അപ്പം നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുക ഗൈസ്. പക്ഷേ സൂപ്പറാട്ടോ. നിനക്ക് ഇഷ്ടപ്പെട്ട എക്സ്പീരിയൻസ് പറ നിയാസ്മോനെ. പറ. അപ്പോൾ നിയാസ്മോനെ വേറെ ലെവലായിരിക്കും. യെസ്, ടൈം സ്പെൻഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സ്പേസ് ആട്ടോ ഇത്. നിങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ ഇഷ്ടപ്പെടും. അതാ ഞാൻ പറഞ്ഞത്, തൂക്ക് ഉണ്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ് എങ്കിൽ ഇത് സൂപ്പറാട്ടോ. അപ്പോൾ നമുക്ക് ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ തന്നെ സമയം 9 മണി കഴിഞ്ഞ് നമുക്ക് മെട്രോ കയറണം, നമ്മളെ വീട്ടിൽ പോകണം ഗൈസ്. സോ ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. സോ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ഗൈസ്. ബൈ.